മാറിപ്പോകുന്നത് എന്തുകൊണ്ട്? ഈ പരിസരത്ത്, ഈ നാടിന്റെ പരിസരത്ത് ഒരു പെൺകുട്ടി കല്യാണത്തിന്റെ തലേ ദിവസം ഓടിപ്പോയി. ഇതുപോലെ വലിയ പന്തല്, ആളുകൾ വരുന്നു, ചോറ് വിളമ്പുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. നാളെ താലികെട്ടാണ്. അപ്പൊ കുട്ടി ഓടിപ്പോവുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താന്ന് വെച്ചാല്, ഈ കുട്ടിക്ക് പിതാവ് കല്യാണം ആലോചിക്കുമ്പോൾ, അച്ഛൻ കല്യാണം ആലോചിക്കുമ്പോൾ അവൾക്ക് ഒരു പുരുഷനായിട്ട് പ്രേമത്തിനെടുക്കും, ഒരു ചെറുപ്പക്കാരനായിട്ട്. അതവൾ ഒരിക്കലും അച്ഛനോട് പറയുന്നില്ല. കല്യാണം ആലോചിക്കുന്നു, വേറൊരു പയ്യനെ കൊണ്ടിരുന്നു, അവൾക്ക് ഇഷ്ടപ്പെടുന്നു, അതിന്റെ പേരിൽ അച്ഛൻ കത്തടിക്കുന്നു, കല്യാണം വിളിക്കുന്നു. അച്ഛന്റെ മുഖഭാവം അവളെപ്പോഴും ശ്രദ്ധിക്കണ്ടേ? വലിയ സന്തോഷത്തിലാണ്, ഒറ്റ മോളാണ്, അവൾ കെട്ടിക്കാനുള്ള തിടുക്കത്തിലാണ്, അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള അച്ഛന് നോക്കൂ, കല്യാണ പന്തലൊക്കെ വന്ന് കെട്ടുമ്പോ ഈ കുട്ടിയുടെ മനസ്സ് ഒരിക്കലും അലിയുന്നില്ല. പാവം എന്റെ അച്ഛൻ, പാവം എന്റെ അപ്പ, പക്ഷേ എന്തൊരു മോഹത്തിലാണ് എന്റെ അപ്പ ഈ പന്തലൊക്കെ ഇടുന്ന്, ഇപ്പൊ അങ്ങോട്ട് ഓടുന്നു, ഇപ്പൊ അങ്ങോട്ട് ഓടുന്നു, ഇപ്പൊ എന്റെ മുഖം വാടുന്നു. പക്ഷെ ഈ കുട്ടിയുടെ മനസ്സ് ഒരിക്കലും വാടുന്നില്ല. അവളൊരു മാനസിക രോഗിയാണ്. അത് അവൾക്ക് തിരിയാത്ത. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രോഗം എന്ന് പറയുന്നത്, അതിന്റെ രോഗം എന്ന് വിളിക്കുന്നത്. എന്നിട്ട് നോക്കണം നിങ്ങൾ, അച്ഛൻ കത്തടിച്ച് എല്ലാരെയും വിളിച്ചു. തലേന്ന് കുറെ ആളുകൾ വന്നിട്ട് ആ സദസ്സ് എല്ലാരും നിൽക്കവേ ഈ കുട്ടി ഒരു 2 വീലർ പൊരന്റെ ബാക്കിലൂടെ ചാടിയിട്ട് പോവുകയാണ്. അപ്പൊ എത്ര ക്രൂരതയാണ് അവളുടെ മനസ്സിൽ. അച്ഛനെന്ന, അതായത് കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ, അച്ഛ എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്, നിങ്ങളിതൊന്നും നടത്തേണ്ട, വെറുതെ നാണം കെടണ്ട, നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അവൾക്ക് പോകാമായിരുന്നു. അച്ഛനെ കത്തടിപ്പിക്കുന്നു, നാട്ടുകാരെ അറിയിക്കുന്നു, നാട്ടുകാരൊക്കെ വന്ന സദസ്സിൽ വെച്ച് അച്ഛനെ അവൾ നിന്ദിക്കുന്നു. അപ്പൊ അവൾ മാനസികമായി എന്തോ ഒരവസ്ഥ പ്രാപിക്കുന്നുണ്ട്. ഒരിക്കലും കാരുണ്യം, ആരായി അച്ഛൻ, ആരായി അമ്മ? അവളെ ഇത്രയേറെ വളർത്തി, അവളെ കഷ്ടപ്പെട്ട് അല്ലേ, തൊട്ടിലിനെ തലപ്പത്ത് പിടിച്ച് ആട്ടി, രാവും പകലും അവരുടെ പിന്നാലെന്നും, നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഷ്ടിച്ചോ മൂത്രിച്ചോ ഒക്കെ എടുത്തു, വളർത്തി, വലിയ ഉന്നത സ്ഥാനത്തെത്തിച്ചു. എന്നിട്ടും നേരത്തെ പറഞ്ഞ പോലെ 2 ദിവസം കണ്ട ഉണക്കമീന് പോലത്തെ ചെക്കുണ്ടല്ലോ, കണ്ട മനുഷ്യന്മാർക്ക് ഓനെ ഒരു മനുഷ്യനായി തോന്നാത്ത ആളുകളെ അത് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ കുട്ടിയുടെ ബോധ മനസ്സ് നഷ്ടപ്പെട്ടു പോവുകയും മാനസിക രോഗത്തിന് അവൾ അടിമപ്പെടുകയും ഏത് നല്ലത് ഏത് ചീത്ത എന്ന് പോലും തിരിച്ചറിയാനാകാത്ത ഒരു അവസ്ഥയിലേക്ക് അവൾ രോഗം കൊണ്ട് മാറിപ്പോവുകയാണ്. അങ്ങനെ ഒരു മാറ്റം പ്രേമത്തിനുണ്ട്. അതൊരു തരം രോഗമാണ്. അതുകൊണ്ടാണ് അച്ഛനും അമ്മനെ ഒക്കെ നിന്ദിച്ചാലും അവൾക്ക് കുഴപ്പമില്ല, 2 മാസം കണ്ടെത്തിയോണ്ട് കൂടെ പോകാം. ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതെന്നറിയോ? അച്ഛന്റെ സ്നേഹം ഉപേക്ഷിച്ച്, ഉപ്പയുടെ ഉമ്മയുടെ സ്നേഹം ഉപേക്ഷിച്ച്, ആങ്ങളാരുടെ സ്നേഹം ഉപേക്ഷിച്ച്, നാട്ടുകാരുടെ സ്നേഹം ഉപേക്ഷിച്ച്, അയൽവാസികളൊക്കെ ആദരിച്ച സ്നേഹം ഉപേക്ഷിച്ച്, ലോകത്തിന്റെ മുഴുവൻ വെറുപ്പും സമ്പാദിച്ച് ഒറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിയൽ, ഞാൻ എന്റെ പൊന്നു മക്കളോട് പറയുന്നത്, ആദ്യത്തെ ഒരൊറ്റ ദിവസത്തിന്റെ ത്രില്ലേ ഉണ്ടാവും. പിന്നെ ഓൻ എന്താ ഈ പൂച്ചക്കുട്ടിനെ കൊണ്ടെടുക്കേ, എങ്ങോട്ടുമായി ഒരു റൂം വാടകയ്ക്ക് എടുത്തില്ലേ, ഒരു ഹോട്ടലെടുത്ത് 2-3 ദിവസം, അത് കഴിഞ്ഞാൽ വെറുപ്പിന്റെ കാലഘട്ടമായി. പിന്നെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല. ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്ത് ഞാൻ ഖുതുബ നടത്തി ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു എഞ്ചിനീയറായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ നിങ്ങളെ ഖുതുബ കേട്ടപ്പോൾ എൻ്റെ ഒരു വിഷയം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നുകയാണ്. എൻ്റെ മകൾ ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ്, 5 വർഷമായിട്ട് ഒരു ക്രിസ്ത്യൻ പയ്യനായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ്, ഞങ്ങൾ ഉന്നതരായ ഒരു കുടുംബമാണ്, വലിയ സെറ്റപ്പുള്ള ഒരു കുടുംബമാണ്, എന്ത് പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവണില്ല, നിങ്ങളൊന്ന് അവളോട് പറയണം. അങ്ങനെ ഞാൻ ചെന്നു, അവളെ ഇരുത്തി, അവൾ ഉമ്മാനിപ്പാനെ ഇരുത്തി. ഞാൻ ചോദിച്ചു, മോളെ നീ നോക്ക്, നിന്റെ ഉപ്പ നിന്റെ ഉമ്മ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, നല്ലത് ഉന്നത കുലജാതരാണ്, വലിയ പേര് കേട്ടവരാണ്, നീ എന്താ അവനെ തിരഞ്ഞെടുത്തതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താ നീ അവനെ ഒഴിവാക്കാത്ത, ഉമ്മ എത്ര കാലം, ഉപ്പ എത്ര കരയുന്നു, മാനം കിടന്നു, എന്താ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളെ എന്നോട് പറയാണ്, 5 കൊല്ലമായി ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അയാൾക്ക് കൊടുത്ത വാക്കാണ്, എനിക്ക് അയാളെ വേദനിപ്പിക്കാൻ വയ്യ. അപ്പം നമുക്കൊക്കെ തോന്നുന്നതാണ്, നല്ല മിടുക്കിയായ, സ്നേഹിച്ചവനെ ചതിക്കാത്ത, ഭയങ്കര സ്നേഹമുള്ളൊരു കുട്ടിയും. ഞാൻ അവളോട് പറഞ്ഞു, നീ മെന്റലി ഡിസോർഡറാണ്, നിന്നെ ചികിത്സിക്കണം. അവളായിട്ട് പൊട്ടിത്തെറിച്ചു. ഞാൻ ആ പദം ഉപയോഗിച്ച് അവൾ പൊട്ടിത്തെറിക്കാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, മോള് സൈലന്റ് ആയി. ഞാൻ ചോദിച്ചു, ഇതാരാ? അത് എൻ്റെ ഉമ്മയാണ്. ഇതാരാ? ഇതെൻ്റെ ഉപ്പയാണ്. നിനക്ക് എത്ര വയസ്സായി? 22 വയസ്സായി. ശരി, 22 കൊല്ലം നിബന്ധനയില്ലാതെ, മക്കൾ ശരിക്കും ശ്രദ്ധിക്കണം, 22 കൊല്ലം നിബന്ധനയില്ലാതെ, അത് ചെറുപ്പം മുതൽ, ഏറ്റവും ചെറുപ്പം മുതൽ, അത് ഗർഭപാത്രം ചുമക്കുന്ന കാലത്ത് ഉമ്മാന്റെ അവസ്ഥ എന്താ? നിങ്ങളൊക്കെ ചെറിയ കുട്ടികളെ ആലോചിച്ച ഉമ്മച്ചിന്റെ അവസ്ഥ എന്താ? അങ്ങോട്ട് കിടക്കാൻ വയ്യ, ഇങ്ങോട്ട് കിടക്കാൻ വയ്യ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, മുഖമൊക്കെ വിളർത്ത്, ചുണ്ടൊക്കെ തൂങ്ങി, വയറൊക്കെ തൂങ്ങി, ആകെ ഉന്തി, പള്ളൊക്കെ പിടിച്ച് കോണിയൊക്കെ കയറി. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെ, ഒരുപാട് കോളേജ് ഹോസ്പിറ്റലിൽ നിന്നൊരാളെന്ന നിലയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ ആ കുട്ടി പ്രസവിക്കുന്ന സമയത്ത്
പിന്നെ പല്ല് നട്ടിട്ട് ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ടാവും, പ്രസവ വേദനയുടെ ഊക്കുകൊണ്ട് ശരീരത്തിലൊക്കെ മാന്തിപ്പോയിട്ടുണ്ടാവും ചില സ്ത്രീകൾ. അങ്ങേയറ്റത്തെ പ്രയാസം, ഷുഗറും പ്രഷറും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. ആ ഉമ്മ അന്ന് മുതൽ നോക്ക്, ഞാൻ ഇന്ന് പോലും എന്റെ അബ്ദുള്ളയെ കുളിപ്പിക്കുമ്പോൾ, ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, എന്നോട് ഇന്നലെ ഒരാൾ ചോദിക്കുകയാണ്, മക്കളെ കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബേജാറ് തോന്നൂലേ? ഞാൻ അവരോട്, ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ഉണ്ട്, എപ്പോഴും ഉണ്ട്, എല്ലാ സമയവും ഉണ്ട്. എന്റെ മക്കളോടൊപ്പം ഞാനുണ്ട്, അവരെന്നോടൊപ്പം ഉണ്ട്. അതേ എന്റെ ഫീലിംഗ്. ഞാൻ അബ്ദുള്ളനെ കുളിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, അവൻ ചിരിക്കുന്നു, അവൻ വെള്ളത്തിൽ കളിക്കുന്നു, അവന്റെ മുഖത്തടിക്കുന്നു, അവൻ എന്നെ ഉന്തുന്നു, ഇങ്ങനെ അപ്പോഴും ചക്കരക്കുട്ടാന്ന് വിളിച്ച് നമ്മൾ വളർത്തി ഈ മോൾ അല്ലെ, ഈ മോനാണ് വളർന്നു വലുതായി ഉപ്പച്ചിനെ നാണം കെടുത്തി, ഉമ്മച്ചിനെ നാണം കെടുത്തി, ഉമ്മച്ചി ബോധം കെട്ട് വീണു, ഉമ്മച്ചി ആത്മഹത്യ ചെയ്തു. എന്നിട്ടും ചലിക്കാത്തൊരു ഹൃദയം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മക്കളെ, പ്രേമം എന്നത് അനുഗ്രഹമല്ല, രോഗമാണ്, ഭ്രാന്താണ്, മാനസികമാണ്. അങ്ങനെ ഞാൻ ഈ മോളോട് ചോദിച്ചു, 22 കൊല്ലം പോറ്റി ഉമ്മാനെ ചതിക്കാം. നോക്കണേ, ഉമ്മാനെ ചതിക്കാം. ഉമ്മ ഒരു കാരണവശാലും മകളിൽ നിന്ന് കിട്ടാനല്ല നോക്കിയത്. അവൻ ചിലപ്പോൾ ശരീരം കിട്ടിയ നേരത്തെ ജോഹർ മനോഹർ പറഞ്ഞ പോലെ ചതിച്ചു പോയേക്കാം. നേരത്തെ പറഞ്ഞില്ലേ, ഞെക്കി നോക്കിയ സപ്പോർട്ടറിന്റെ കഥ പറഞ്ഞില്ലേ, ഓൻ ചിലപ്പോ ഒന്ന് ഞെക്കി നോക്കാനായിരിക്കും, അത് കഴിഞ്ഞ ഓൻ അവിടെ ഉപേക്ഷിക്കും. ഉമ്മച്ചി ആരാ, ബാപ്പച്ചി ആരാ? ഞാൻ ഇന്നലെ മെനയാന്ന് മധുരിമ അദ്വാക്കാന്റെ മോളെ കല്യാണത്തിന് പോയപ്പോ എനിക്ക് ആരും കാണാത്തൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, അദ്വാക്ക എന്നെ വിളിച്ചു, മോളോട് ഉപദേശിക്കാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാചകം എന്താന്ന് വെച്ചാൽ, പൊട്ടിക്കരഞ്ഞിട്ട്, കാരണം ഒരു മകളെ കൊടുത്തയക്കുകയാണ്, ഒരു പുരുഷന്റെ കൂടെ അയക്കുകയാണ്. ആ ബാപ്പാന്റെ സ്നേഹം, അങ്ങേയറ്റത്തെ ആർദ്രത, അത് ഇവിടെ ഈ കുട്ടിനോട് നമ്മൾ ചോദിക്കണം, മോളെ 22 കൊല്ലം നിന്നെ പോറ്റി ഉപ്പാനെ നിനക്ക് ചതിക്കാം, ഉമ്മാനെ ചതിക്കാം, അവരുടെ വേദന നിനക്ക് പ്രശ്നമില്ല. 5 കൊല്ലം നിന്നെ കണ്ട ഈ ചെറുപ്പക്കാരൻ, ഓൻ ഒരിക്കലും നിനക്കൊരു ഡ്രസ് വാങ്ങി തന്നിട്ടില്ല, നിന്നെ നോക്കിയിട്ടില്ല, രോഗിയായി ചികിത്സിച്ചിട്ടില്ല. രാവിലെ നീ ഒരുങ്ങിപ്പോകുമ്പെട്ട നല്ല ഡ്രസ്സ് പോലും അച്ഛനും അമ്മയും തന്ന, എങ്ങനെയുണ്ട് എന്ന് കാമുകനോട് ചോദിക്കുമ്പോൾ ആ ഡ്രസ്സ് സെലക്ട് ചെയ്ത് ഉമ്മ വേദനിക്കുന്നു. എന്റെ കാഴ്ചപ്പാടിൽ 2011 എൻ്റെ അടുത്തൊരു കുട്ടി കൗൺസിലിങ്ങിന് വന്നു, കോഴിക്കോട്ടെ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. അവളോട് ഞാനിങ്ങനെ പ്രേമത്തെ കുറിച്ച് സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് അവള് പൊട്ടിത്തെറിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നോട് മാത്രം ഇങ്ങനെ പറയണേ? ഞാൻ ചോദിച്ചു, പിന്നെ നിന്നോടല്ലേ പറയണ്ടേ? എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ആർക്കാ മോളെ എല്ലാവർക്കും ഉള്ളത്? കുട്ടി പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ 55 കുട്ടികളുണ്ട്, അതിൽ 45 പേർക്കും പ്രേമുണ്ട്. ഗേൾസ് സ്കൂളാ കോഴിക്കോട്ടെ. അന്ന് ഞാൻ മനസ്സിലാക്കി ഇത് ഇങ്ങനെ എത്ര വ്യാപകമാണോ. പിന്നീട് ഞാൻ പോകുന്ന ക്യാമ്പുകളിലും സ്കൂളുകളിലും ഒക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ആ ക്ലാസ് മുറിയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പ്രധാനപ്പെട്ട പണി പ്രേമ. നിങ്ങൾക്കൊക്കെ ഞാനിത് പറയാതെ തന്നെ മനസ്സിലായിണ്ടാവും. എന്തുകൊണ്ടാണ് ഈ പ്രേമം എത്ര വ്യാപകമാകുന്നത്? എന്താണ് ഇതിന്റെ ഒരു പ്രോബ്ലം? നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രേമം ഒരിക്കലും പ്രേമമായിട്ട് വരില്ല. ഒന്നാമത്തെ പോയിന്റ് അതാ. പ്രേമം സൗഹൃദമായി വരികയും പ്രേമമായി വളരുകയും ആത്മഹത്യയിൽ ഒടുങ്ങുകയും ചെയ്യും. സൗഹൃദമായിട്ട് വരുള്ള ഒരു പെൺകുട്ടിനെ കാണുമ്പോൾ ഒരു ആൺകുട്ടി നേരെ വന്നിട്ട്, നീ എന്തൊക്കെ വർത്താനം, പേരെന്താ, ഐ ലവ് യു എന്ന് പറയില്ല. അവൾ ആദ്യം സൗഹൃദമാണ്, ആ സൗഹൃദം പിന്നീട് പ്രേമമായി മാറുന്നു. അതിലേക്കാണ് ഞാൻ പോകുന്നത്. രണ്ട് കഥകൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. കോഴിക്കോടിനടുത്തുള്ള പ്രദേശത്തുള്ള ഒരു പെൺകുട്ടി, നല്ല വെളുത്ത് സുന്ദരിയായ ഒരു ഹിന്ദു പെൺകുട്ടി, മുസ്ലിം അല്ല, നല്ല വെളുത്ത് സുന്ദരിയായ പെൺകുട്ടി. അവള് മുടിയൊക്കെ പിരിച്ചിട്ട് 2 ഭാഗത്തേക്കും പിന്നിയിട്ട് സ്കൂളിലെ യൂണിഫോം ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തിറങ്ങിയ നല്ല സുന്ദരി, കാണാൻ നല്ല അടിപൊളി, ഒരു അമ്മയുടെ 4 മക്കളിൽ ഇളയവൾ. ഈ പെൺകുട്ടി എന്നും സ്കൂളിലേക്ക് പോകും. ഒരു ദിവസം ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് മെയിൻ റോഡിലേക്ക് നടക്കാനുണ്ട്.